പ്രിയരെ, ഏവർക്കും നമസ്കാരം. ഞാൻ ആന്റണി, എറണാകുളത്ത് ദേവനയിൽ ഒരു തയ്യൽ നടത്തുന്നതാണ്. സ്റ്റാർ ടൈലറിംഗ് എന്നാണ് തയ്യൽ. ഒരു 45 കൊല്ലമായിട്ട് നമ്മൾ ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക തയ്യൽക്കാരുടെ ദിവസമാണ്, ടൈലേഴ്സ് ഡേ. ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും അതേപോലെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ തയ്യൽക്കാർക്കും ഒരു ദിനം. അതാണ് ഫെബ്രുവരി 28. അതിൽ വില്യംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂഷ്യൻ, നമ്മുടെ മ്യൂഷ്യൻ എന്ന തയ്യൽ മിഷൻ കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം ലോകമെമ്പാടും കൊണ്ടാടുന്നത്, ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടും ഇന്ന് എല്ലാ തയ്യൽക്കാർക്കും ഈ നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു ദിനമാണ്, നമുക്ക് ഒരു ദിവസം ഉണ്ടല്ലോ. ഒരു തയ്യലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം ഒരു ഡോക്ടർ, അതേപോലെ ഒരു എഞ്ചിനീയർ, അതേപോലെ ഒരു ശാസ്ത്രജ്ഞൻ ചെയ്യണത് പോലെ തന്നെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. എത്ര ചെറിയ ഒരു തയ്ക്കുന്ന ഒരു വസ്ത്രമാണെങ്കിലും അത്രയും ശ്രദ്ധപൂർവ്വം തയ്ച്ചാലേ അത് നമുക്ക് ഉപയോഗിക്കുന്ന ആൾക്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ തയ്യൽക്കാരും അവരവരുടെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടാണ് അത് കസ്റ്റമേഴ്സിന്റെ മുമ്പിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ ഒരു നാണം മറയ്ക്കുക എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് തയ്യൽ ഉണ്ടായേക്കണതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാണം മറയ്ക്കുക എന്നുള്ള ഒരു ആശയത്തോടാണ്. പക്ഷെ അത് പുരോഗമിച്ച് അലങ്കാരങ്ങൾക്കായിട്ട് മാറി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യണതും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖലകളുള്ള പോലെ തന്നെ തയ്യൽ മേഖലയിൽ ഒരുപാട് ആൾക്കാർ ജോലിയുണ്ട് ലോകത്ത്. അപ്പൊ തയ്യൽക്കാരുടെ ഒരു ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഫാഷൻ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനൊക്കെ പഠിച്ച കാലഘട്ടത്തിലുള്ള വസ്ത്രങ്ങളല്ലാതെ ബ്ലൗസ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും പാന്റാണെങ്കിലും ഷർട്ടാണെങ്കിലും വളരെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ ബുദ്ധിയും അതിനനുസരിച്ച് മുന്നോട്ട് കൊടുക്കാതെ ഈ മേഖലയിൽ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് മാന്യമായിട്ടുള്ള ഒരു പൈസയും കിട്ടുന്നുണ്ട് ഈ മേഖലയിൽ. എന്തുകൊണ്ടും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ മേഖലയിലോട്ട് കടന്നു വരാൻ നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മേഖലയിൽ നിന്ന് കിട്ടുന്ന അതിനോട് അടുപ്പിച്ചുള്ള വരുമാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വരുമാനങ്ങൾ നമ്മളുടെ ഒരു പ്രയത്നം പോലെ നമ്മൾക്ക് കിട്ടും. വളരെ മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കാവുന്ന ഒരു പൈസ ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങളിലോട്ട് ഒരു സന്ദേശമായിട്ട് എത്തിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.